ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം കീഴടക്കിയ ഒരു പേര് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇന്ന് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ കായിക താരങ്ങളിൽ ഒരാളാണ്. നിരവധി ബാലൻഡിയോർ പുരസ്കാരങ്ങൾ, ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് വിജയം, അനവധി റെക്കോർഡുകൾ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ പേരിനൊപ്പം ചേർന്നിരിക്കുന്നു. എന്നാൽ ഈ മഹത്തായ വിജയത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് ദാരിദ്ര്യത്തിന്റെയും ത്യാഗത്തിന്റെയും കണ്ണീരിന്റെയും പോരാട്ടത്തിന്റെയും കഥയാണ്. ഒരു ചെറിയ ദ്വീപിൽ വളരെ പരിമിതമായ സൗകര്യങ്ങളുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു ബാലൻ എങ്ങനെ ലോക ഫുട്ബോളിന്റെ ചരിത്രം തന്നെ മാറ്റിമറിച്ചു? ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അത്ഭുതകരമായ ജീവിതയാത്ര. ക്രിസ്ത്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവേറോ 1985 ഫെബ്രുവരി 5 ഫുഞ്ചാൽ എന്ന സ്ഥലത്ത് ജനിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് ജോസെ അവേറോ ഒരു മുനിസിപ്പൽ ഗാർഡനിൽ തൊഴിലാളിയായിരുന്നു. അമ്മ മറിയ അവേറോ വീട്ടുജോലിക്കാരിയും പാചകക്കാരിയുമായി ജോലി ചെയ്തു. റൊണാൾഡോയ്ക്ക് 2 സഹോദരിമാരും ഒരു സഹോദരനും ഉണ്ടായിരുന്നു. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. അവർ താമസിച്ചിരുന്നത് ചെറിയൊരു വീട്ടിലായിരുന്നു. ഒരു മുറി പലരും പങ്കിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഭക്ഷണം പോലും ചില ദിവസങ്ങളിൽ പരിമിതമായിരുന്നു. റൊണാൾഡോ പിന്നീട് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സമ്പന്നരായിരുന്നില്ല, പക്ഷെ എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ ഫുട്ബോളിനോടുള്ള അസാധാരണമായ താല്പര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്കൂൾ കഴിഞ്ഞാൽ ഉടൻ തന്നെ തെരുവിലേക്ക് ഓടിപ്പോയി പന്ത് കളിക്കുകയായിരുന്നു പതിവ്. അധ്യാപകർ പോലും പറയുമായിരുന്നു, ഈ കുട്ടിയുടെ മനസ്സ് ക്ലാസ് മുറിയിലല്ല, ഫുട്ബോൾ മൈതാനത്താണ്. അദ്ദേഹം പഠനത്തിൽ ശരാശരിയായിരുന്നു, പക്ഷേ ഫുട്ബോളിൽ അത്ഭുതകരമായ കഴിവ് പ്രകടിപ്പിച്ചു. 8 വയസ്സുള്ളപ്പോൾ റൊണാൾഡോ തന്റെ ആദ്യ ക്ലബായ ആൻഡോറിനയിൽ ചേർന്നു. അവിടെ അദ്ദേഹത്തിന്റെ പിതാവ് ഉപകരണങ്ങളുടെ ചുമതലക്കാരനായിരുന്നു. അതുകൊണ്ട് പരിശീലനത്തിന് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചു. തുടർന്ന് അദ്ദേഹം നാഷണൽ ക്ലബിലേക്ക് മാറി. അവിടെ അദ്ദേഹത്തിന്റെ പ്രകടനം എല്ലാവരെയും അമ്പരപ്പിച്ചു. 12-ാം വയസ്സിൽ അദ്ദേഹത്തിന് വലിയ ഒരു അവസരം ലഭിച്ചു. പോർച്ചുഗലിലെ പ്രമുഖ ക്ലബായ സ്പോർട്ടിംഗ് സിപിയുടെ അക്കാദമിയിൽ ചേരാനുള്ള ക്ഷണം. ആ ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു. 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഏകദേശം 1000 കിലോമീറ്റർ അകലെയുള്ള നഗരത്തിലേക്ക് ഒറ്റയ്ക്ക് പോകേണ്ടി വന്നു. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുള്ള നിമിഷങ്ങളിൽ ഒന്നായിരുന്നു. രാത്രികളിൽ അദ്ദേഹം അമ്മയെ ഓർത്ത് കരയുമായിരുന്നു. വീട്ടിൽ വിളിച്ച് സംസാരിച്ചതിന് ശേഷം പലപ്പോഴും കണ്ണീർ പൊഴിച്ചിട്ടുണ്ടെന്ന് പിന്നീട് അദ്ദേഹം വെളിപ്പെടുത്തി. പക്ഷേ സ്വപ്നം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. 15-ാം വയസ്സിൽ ഒരു വലിയ വെല്ലുവിളി അദ്ദേഹത്തെ തേടിയെത്തി. ഡോക്ടർമാർ കണ്ടെത്തിയത് അദ്ദേഹത്തിന് റൈസിംഗ് ഹാർട്ട് കണ്ടീഷൻ അഥവാ ടാക്കികാർഡിയ ഉണ്ടെന്നായിരുന്നു. ഹൃദയം അസാധാരണ വേഗത്തിൽ മിടിക്കുന്ന അവസ്ഥ. ഇത് ഫുട്ബോൾ കരിയർ അവസാനിപ്പിക്കാനുള്ള സാധ്യത സൃഷ്ടിച്ചു. അദ്ദേഹത്തിനും കുടുംബത്തിനും അത് വലിയ ആഘാതമായിരുന്നു. ഭാഗ്യവശാൽ ചെറിയ ശസ്ത്രക്രിയ വിജയകരമായി നടന്നു. ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം വീണ്ടും പരിശീലന മൈതാനത്തേക്ക് മടങ്ങി. ഈ സംഭവം അദ്ദേഹത്തിന്റെ മാനസിക ശക്തി എത്രത്തോളം വലുതാണെന്ന് തെളിയിച്ചു. 16-ാം വയസ്സിൽ റൊണാൾഡോ സ്പോർട്ടിംഗ് സിപിയുടെ സീനിയർ ടീമിൽ അവസരം നേടി. അസാധാരണ വേഗത, മിന്നുന്ന ഡ്രിബിളിംഗ്, ആത്മവിശ്വാസം, ഗോൾ നേടാനുള്ള കഴിവ്, ഇവയെല്ലാം അദ്ദേഹത്തെ വ്യത്യസ്തനാക്കി. 2003 ഒരു സൗഹൃദ മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് FC-യും സ്പോർട്ടിംഗ് സിപിയും ഏറ്റുമുട്ടി. ആ മത്സരത്തിൽ റൊണാൾഡോയുടെ പ്രകടനം കണ്ട മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരങ്ങൾ പോലും പരിശീലകനോട് പറഞ്ഞു, ഈ കുട്ടിയെ ടീമിലെടുക്കണം. 2003 ഏകദേശം 12.24 മില്യൺ ട്രാൻസ്ഫർ ഫീസിന് റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ചേർന്നു. അന്ന് ഒരു യുവതാരത്തിനുള്ള ഏറ്റവും ഉയർന്ന ട്രാൻസ്ഫർ ഫീസുകളിൽ ഒന്നായിരുന്നു അത്. അദ്ദേഹത്തെ പരിശീലിപ്പിച്ചത് ഇതിഹാസ പരിശീലകനായ സർ അലക്സ് ഫെർഗൂസൺ ആയിരുന്നു. ഫെർഗൂസൺ റൊണാൾഡോയെ സ്വന്തം മകനെ പോലെ സംരക്ഷിച്ചു. അവിടെയാണ് അദ്ദേഹം ലോകോത്തര താരമായി വളർന്നത്. 3 പ്രീമിയർ ലീഗ് കിരീടങ്ങൾ, 1 FA കപ്പ്, 2 ലീഗ് കപ്പ്, 1 യുവേഫ ചാമ്പ്യൻസ് ലീഗ്, 1 ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ്, ഇതെല്ലാം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലുള്ള അദ്ദേഹത്തിന്റെ പ്രധാന നേട്ടങ്ങളാണ്. 2008 അദ്ദേഹം തന്റെ ആദ്യ ബാലൻഡിയോർ നേടി. ലോകം അദ്ദേഹത്തെ ഔദ്യോഗികമായി മികച്ച ഫുട്ബോൾ താരമായി അംഗീകരിച്ചു. 2009 റൊണാൾഡോ റിയൽ മാഡ്രിഡിലേക്ക് ചേർന്നു. ട്രാൻസ്ഫർ തുക ഏകദേശം 94 മില്യൺ, അന്ന് ലോക റെക്കോർഡ്. അവിടെ അദ്ദേഹം ചരിത്രം തന്നെ മാറ്റിമറിച്ചു. 450 ഗോളുകൾ, 438 മത്സരങ്ങൾ, 4 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ, 2 ലാ ലീഗ കിരീടങ്ങൾ, 4 ബാലൻഡിയോർ പുരസ്കാരങ്ങൾ,
ഇവയെല്ലാം റിയൽ മാഡ്രിഡിൽ അദ്ദേഹത്തിന്റെ പ്രധാന നേട്ടങ്ങളായിരുന്നു. റിയൽ മാഡ്രിഡിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായി അദ്ദേഹം മാറി. റൊണാൾഡോയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്ന് സ്വന്തം രാജ്യത്തിനായി ഒരു വലിയ ട്രോഫി നേടുക എന്നതായിരുന്നു. 2016 അത് യാഥാർത്ഥ്യമായി. യുവേഫ യൂറോ 2016 ഫൈനലിൽ പോർച്ചുഗൽ വിജയിച്ചു. ഫൈനലിനിടെ പരിക്കേറ്റെങ്കിലും അദ്ദേഹം ടീമിനെ സൈഡ് ലൈനിൽ നിന്ന് പ്രചോദിപ്പിച്ചു. തുടർന്ന് 2019 യുവേഫ നേഷൻസ് ലീഗ് ഫൈനൽസ് കിരീടവും നേടി. റൊണാൾഡോയുടെ വിജയം കഴിവ് മാത്രമല്ല, അത് കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. ദിവസവും മണിക്കൂറുകളോളം പരിശീലനം, കർശന ഭക്ഷണക്രമം, മികച്ച ഫിറ്റ്നസ്, സ്വയം മെച്ചപ്പെടുത്താനുള്ള അടങ്ങാത്ത ആഗ്രഹം. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു, ടാലന്റ് വിത്തൗട്ട് ഹാർഡ് വർക്ക് മീൻസ് നത്തിങ്. അഥവാ കഠിനാധ്വാനമില്ലാത്ത കഴിവിന് വിലയില്ല. ഒരു ചെറിയ ദ്വീപിൽ ദാരിദ്ര്യത്തിനിടയിൽ വളർന്ന ഒരു കുട്ടി, കുടുംബത്തിൽ നിന്ന് അകന്ന് ജീവിക്കേണ്ടി വന്ന ഒരു കൗമാരക്കാരൻ, ഹൃദയ ശസ്ത്രക്രിയയെപ്പോലും അതിജീവിച്ച ഒരു പോരാളി, ഇന്ന് ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ താരങ്ങളിൽ ഒരാളായി മാറിയിരിക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യം തന്നെയാണ്. നിങ്ങളുടെ ജനനം എവിടെയാണെന്നത് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കില്ല. നിങ്ങളുടെ സ്വപ്നങ്ങളും അതിനുവേണ്ടി ചെയ്യുന്ന കഠിനാധ്വാനവുമാണ് നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക്